നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാണുന്ന പറമ്പും കിണറും ഒക്കെ വെറും മണ്ണാണെന്ന് വിചാരിച്ചോ? അല്ലാട്ടോ. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ ചില ചരിത്രങ്ങൾ തോണ്ടി നോക്കിയാൽ വരുന്നത് പച്ച ചോരയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ പഴയ കാലത്തെ ഏറ്റവും വലിയ ക്രൂരതയായ മണിക്കിണറിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, തല്ലിന് തല്ല് എന്ന് പറയുന്ന പോലെ അന്നത്തെ രാജാക്കന്മാർക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഈ സംഭവം. ഇതൊരു കളിയല്ലാട്ടോ. പ്രധാനമായും മലബാറിലെ കരുത്തരായ കോലത്തുരി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഈ രീതികൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇന്നത്തെ കണ്ണൂരും കാസർഗോഡും ഒക്കെ പണ്ട് കോലത്തുനാടിന്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മുടെ സാമൂതിരി ഭരിച്ചിരുന്ന കാലത്ത് തിരുനാവായയിൽ നടന്നിരുന്ന മാമാങ്കം ഉണ്ടല്ലോ, അവിടെയും ഈ കളി നടന്നിട്ടുണ്ട്. ആ സാമൂതിരിയുടെ പടയാളികളോട് മുട്ടാൻ വരുന്ന ചാവേറുകൾ ഉണ്ടല്ലോ, ആ ചാവേറുകളെ നേരിടാനാണ് ഈ മണിക്കിണർ ഐറ്റം അവർ പുറത്തെടുക്കുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, മാമാങ്കത്തിന് വരുന്നത് വെറും പടയാളികളല്ല, മരിക്കാൻ ഉറച്ചു വരുന്ന ചാവേറുകളാണ്. ഇവർ സാമൂതിരിയുടെ പടയെ വെട്ടി വീഴ്ത്തി മുന്നേറുമ്പോൾ ഇവരെ തടയാൻ ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ ഒടുവിൽ ഈ ചാവേറുകളെ കൊന്നുതള്ളാൻ ഒരു കിണറുണ്ടാക്കും, ഒരു വലിയ കിണറ്. വെട്ടി വീഴ്ത്തിയ ഉടലുകൾ ഈ കിണറ്റിലേക്ക് എടുത്തെറിയപ്പെടും. പകുതി ജീവനുള്ളതുണ്ടാകും, തലയില്ലാത്ത ഉടലുകൾ ഉണ്ടാകും. എല്ലാം കൂടി ആ കിണറ്റിൽ ഒരു കൂമ്പാരമായി മാറും. ഇനിയാണ് ഇതിലെ യഥാർത്ഥ വില്ലത്തരം. ഈ ശവങ്ങൾ കിണറ്റിൽ ഇട്ടാൽ മാത്രം പോരാ, അവരെ അടിച്ചമർത്തണം. അതിനായി അവിടുത്തെ പാപ്പാന്മാർ ആനകളെ കൊണ്ടുവരും. ഈ ആനകളെ കൊണ്ട് കിണറ്റിലെ മൃതദേഹങ്ങൾ ചവിട്ടി മെതിപ്പിക്കും. കരിക്കും തൊട്ട് ചതയ്ക്കുന്ന പോലെ ആനകൾ മനുഷ്യ ശരീരങ്ങൾ ചവിട്ടി അരയ്ക്കും. എന്തിനാണെന്നോ? ആ കിണർ നിറയുന്നത് വരെ കൂടുതൽ ശവങ്ങൾ കൊള്ളിക്കാൻ വേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആനകളുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞറിയുന്ന ചാവേറുകളുടെ ആ ഒരു അവസ്ഥ. കട്ട ലോക്കൽ ഡാർക്ക് സീനാണ് സുഹൃത്തുക്കളെ. തിരുനാവായിലെ മണപ്പുറത്തും വടക്കേ മലബാറിലെ ചില കോട്ടകളിലും ഇന്നും ഇങ്ങനെയുള്ള കബന്ധങ്ങൾ ഉറങ്ങുന്ന മണ്ണുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ വെറും വീരകഥകൾ മാത്രമല്ല, ഇങ്ങനെയുള്ള ചില നെഞ്ചു പൊള്ളിക്കുന്ന സത്യങ്ങൾ കൂടിയാണ്. അപ്പോ എങ്ങനെയുണ്ട്? സംഗതി ക്ലിയർ ആയല്ലോ. ഇതുപോലത്തെ ഹിസ്റ്റോറിക്കൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോ ശരി എന്നാ.